നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് മാറ്റം. കേന്ദ്ര സർക്കാർ ഈ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കി. കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഉത്തരവ്. ഡെപ്യൂട്ടേഷൻ 3 വർഷത്തേക്കാണ്. കൃഷ്ണതേജ ഇനി നിയമിതനാകുന്നത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതലയാണ് ഉള്ളത്. കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണമായത് പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയാണ് കൃഷ്ണതേജ. തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തൃശൂരിൽ അതിനുശേഷമാണ് അദ്ദേഹം കളക്ടറായി പ്രവർത്തനം തുടങ്ങിയത്. കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണതേജയുടെ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാരും അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് പോകുന്നത്. ആന്ധ്രയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ടൂറിസം വകുപ്പ് ഡയറക്ടറുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രളയകാലത്ത് ആലപ്പുഴ ജില്ലയിൽ കളക്ടറായിരിക്കെ അവിടെ ദുരിതാശ്വാസ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു അദ്ദേഹം. അത് വാർത്തകളിലൊക്കെ ഇടം നേടിയ സംഭവമാണ്. മാത്രമല്ല, കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് പ്രയോജകരെ കണ്ടെത്തുന്ന പദ്ധതി, ആ പദ്ധതിയിലൂടെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിലായി 300ഓളം വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായത്. ഒട്ടേറെ IAS ഓഫീസർമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പവൻ കല്യാണിന്റെ ഓഫീസ് കൃഷ്ണതേജയെ തിരഞ്ഞെടുത്തത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നടൻ സുരേഷ് ഗോപിക്കെതിരെ പെരുമാറ്റച്ചട്ടലംഘന പരാതിയുമായി LDF രംഗത്ത് വന്നിരുന്നു. ഇതിൽ കളക്ടർ നടനോട് വിശദീകരണം തേടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനായിരുന്നു ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ കളക്ടർ നടനോട് വിശദീകരണം തേടിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിതരണം ചെയ്ത നോട്ടീസിലെ പിഴവുമായി ബന്ധപ്പെട്ടാണ് ഇടതുമുന്നണി വരണാധികാരി കൂടിയായിരുന്ന കളക്ടർക്ക് പരാതി നൽകിയത്. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജായിരുന്നു പരാതിക്കാരൻ. സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസുകളിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ലെന്നും ഇത്തരം ലഘുലേഖകളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും LDF നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ആദ്യം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിവരങ്ങളെക്കുറിച്ചായിരുന്നു കളക്ടർ വിശദീകരണം തേടിയത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.